നമ്മൾ ചേർത്ത് കൊണ്ടു നടക്കുന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു കോമായില്ല, ഒരു ചെറിയ ദൂരത്തിലാണ്. ഒരു ICUവിൻ്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരോണം കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കില്ല, ഒരു ക്രിസ്മസ് കൂടെ തരണേന്ന് പ്രാർത്ഥിക്കില്ല, ഒരു ദിവസം കൂടെ തരണേന്ന് പ്രാർത്ഥിക്കുള്ളൂ. അല്ലെ? നമുക്ക് വേണ്ടത് നമ്മുടെ മുന്നിൽ നഷ്ടപ്പെടുന്നതെല്ലാം വളരെ പെട്ടെന്നാണ്. ബഥേലിൻ്റെയും പെനിയേലിൻ്റെയും ദൈവത്തെ മുറുകെ പിടിച്ച് യാക്കോബ് തിരിച്ചറിവിൽ പറയുകയാണ്, അല്പദൂരം മാത്രമുള്ളപ്പോൾ, ബത്ലഹേമിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ എൻ്റെ പ്രാണൻ പട്ടുപോയി. നിലനിൽപ്പിന് വേണ്ടി ദൈവത്തെ മുറുകെ പിടിച്ചവൻ്റെ നിരാശ. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇത് തന്നെയാണ്. കൃത്യമായിട്ട് യാക്കോബ് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. സത്യമല്ലേ? നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ടൊന്നും, സത്യമല്ലേ? നമ്മുടെ പ്രാർത്ഥനയുടെ കുഴപ്പം എന്താ? നിങ്ങൾ കുംഭകർണൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഞാനിങ്ങനെ നെട്ടനെ നിൽക്കാല്ലേ, ഇങ്ങോട്ട് നോക്കിക്കേ. കുംഭകർണൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ കുംഭകർണന്റെ പ്രത്യേകത? എന്നാണ്? സത്യത്തിൽ ഈ മനുഷ്യൻ അങ്ങനൊന്നും ആയിരുന്നില്ല, വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ ഈ മനുഷ്യൻ ഒരിക്കലും ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്താൻ പെരുത്ത ആഗ്രഹം, തപസ് തുടങ്ങി. നമ്മുടെ കൂട്ട് 3 ആഴ്ച വിഷയം വെച്ചുള്ള പരിപാടി ആയിരുന്നില്ല, കഠിനമായ തപസ് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് കുംഭകർണനോട് വളരെ വലിയൊരു തേജസ് ചോദിച്ചു, വത്സ, നോം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, എന്തു വരമാണ് വേണ്ടത്? അപ്പൊ കുംഭകർണന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരാഗ്രഹമേ കിട്ടുള്ളൂ, ഒരു വരേ കിട്ടുള്ളൂ, ഒരിക്കലും മരിക്കരുത്. ചെറിയ ആഗ്രഹമാണ്, ഒരിക്കലും മരിക്കരുത്. കുംഭകർണൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട് എന്നാ വരാണ് മക്കളെ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ആർത്തി മൂത്ത് പെട്ടെന്ന് അയ്യോ ഈ തേജസ്സിന്റെ മുന്നിൽ പറഞ്ഞു, ഒരിക്കലും മരിക്കരുത്. അതൊറ്റ വാക്കിലാണ് പറഞ്ഞത്, സംസ്കൃതത്തിലാണ്. നിർദ്രവത്വം, ദ്രവിച്ചു പോകാത്ത അവസ്ഥ. പക്ഷെ ആർത്തി മൂത്ത് പ്രാർത്ഥിച്ചപ്പോ നിർദ്രവത്വം എന്ന് ഉച്ചരിച്ചപ്പോൾ അതിനകത്ത് ഒരു സാധനം അകത്തോട്ടും ബാക്കി സാധനങ്ങൾ പുറത്തോട്ടും വന്നു. പിടികിട്ടുന്നില്ല? CBSE ഇംഗ്ലീഷാണോ? അകത്തോട്ട് വിഴുങ്ങിയ സാധനം ഒരു ചില്ലാണ്. ഏതാണെന്നറിയാം? എന്നുള്ള സാധനം അകത്തോട്ട് വിഴുങ്ങിപ്പോയി. ആർത്തിമൂത്ത് പറഞ്ഞു. നിർദ്രവത്വം എന്നുള്ളത് അകത്തോട്ട് പോയ ബാക്കി പുറത്തോട്ട് വന്നിട്ട് എന്തായിരിക്കും? ഇതായിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? ഉറക്കം. ചോദിച്ചത് എന്ത്? ഒരിക്കലും മരിക്കരുത്. കിട്ടിയതോ 6 മാസം ഉറക്കം, 6 മാസം ഉണർന്ന. ഇതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു. ശരിയാണ്. UKG പഠിക്കുന്ന കൊച്ചിന് പാലാ ബ്രില്യൻസിൽ എൻട്രൻസിന് അഡ്മിഷൻ ചോദിക്കുമ്പോൾ ഉടേ തമ്പുരാൻ കരയണോ ചിരിക്കണോ? അല്ലേ? അടുത്ത കാലത്ത് കടന്നുപോയ മലയാളത്തിലെ പ്രിയ ഹാസ്യനടൻ ശ്രീനിവാസന്റെ ആത്മകഥ, ആ പുസ്തകത്തിന്റെ പേര് പടച്ചോന്റെ തിരക്കഥ എന്നാണ്. ആത്മകഥയാണ്. അക്ഷയപ്രകാശത്തിന്റെ ആശാനായ ശ്രീനിവാസൻ ഈ ആത്മകഥ ആരംഭിക്കുന്ന പേജിൽ ഒരു വരി എഴുതിയിട്ടുണ്ട്. അത് ഒറ്റ വരിയേ ഉള്ളൂ. തുടങ്ങുന്നത്, ദൈവത്തെ ചിരിപ്പിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, നമ്മുടെ ഭാവി പരിപാടികൾ ദൈവത്തോട് പറയുക. ശരിയാണ്. ചെറിയൊരു ഗ്യാസ് ട്രബിളിന് കാർഡിയാക് ICUവിലേക്ക് നമ്മൾ ഓടുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് സിവിൽ സർവീസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറ, തമ്പുരാൻ ചിരിക്കണോ കരയണോ? പറയും. ഉടനെ തമ്പുരാൻ ചിരിക്കുന്നുണ്ടാകും. നമുക്ക് ആനുപാതികമല്ലാത്ത, അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിലും വി ഹാവ് ഡിമാൻഡ്സ്, നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. നല്ല യാക്കോബിന് മനസ്സിലായി, എൻ്റെ ഡിമാൻഡ് ഒന്നുമല്ല, പാതി വഴിയിൽ അല്പദൂരം മാത്രമേ ഉള്ളപ്പോൾ. നമ്മുടെയൊക്കെ ജീവിതം അത്ര മാത്രമേ ഉള്ളൂ. മലയാളത്തിലെ മഹാകവി കുമാരനാശാന്റെ വീണപൂവ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? പിന്നെ പഠിച്ചിട്ടുണ്ടോ എന്നെ ചോദ്യാച്ച വേണം, ഇപ്പൊ ചൊല്ലും. എങ്ങനെയാ കവിത ആരംഭിക്കുന്നത്? പിന്നെ അതിന് ശേഷം എത്ര കവിത കേട്ട് ഇപ്പം അവസാനങ്ങൾ വേടന്റെ കവിതകൾ വരെ പാടിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് കുമാരനാശാന്റെ പഴയ കവിത വീണപൂവ് ഒരു പൂവിനെ കണ്ടിട്ട് ആശാൻ എഴുതിയതാണ്.
മുട്ടിൽ നിന്ന് ചെടിയിൽ നിന്ന് പനിനീർ ചെടിയിൽ നിന്ന് അടർന്നു വീണ പൂവിനെ കണ്ടിട്ട് ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്ക് നീ, അല്ലേ? അങ്ങനല്ലേ? ആർക്കറിയാം. ആ കവിത ആരംഭിക്കുന്നത് ഹാ പുഷ്പമേ. ഹാ എന്ന് പറഞ്ഞാൽ ആശ്ചര്യമാണ്. എത്ര മനോഹരമായ പുഷ്പം. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആശ്ചര്യങ്ങളിൽ തുടങ്ങുകയാണ്. പക്ഷെ ആ കവിത അവസാനിക്കുന്നത് അവനി വാഴ്വ് കഷ്ടം. അവനി എന്ന് പറഞ്ഞ ഭൂമി. ഈ ഭൂമിയിലെ ജീവിതം വിടർന്നു നിൽക്കുന്ന പനിനീർപ്പൂവിതാ കൊഴിഞ്ഞ് ഞെട്ടറ്റ് നിലത്തു വീണിരിക്കുന്നു. ഹാ ആശ്ചര്യത്തിൽ തുടങ്ങുന്ന പൂവിന്റെ കഥ കഷ്ടമെന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ്. യാക്കോബ് ഡിമാൻഡിൽ ദൈവത്തെ മുറുകെ പിടിച്ചു. യാക്കോബ് ദൈവത്തോട് നിബന്ധനകൾ വെച്ചു. ഒരുപാട് ആഗ്രഹങ്ങളുമായി ഓടിയവൻ പറയാണ്. അവസാന കാലത്ത് അയാൾ കൂടെ കൂടെ പറയുന്നുണ്ട്, ബേത്ലഹേമിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഈ നോമ്പുകാലത്തും ഡിമാൻഡുണ്ട്. പ്രിയപ്പെട്ടവരെ, 4 സുവിശേഷങ്ങളിലും ഒരേപോലെയുള്ളൊരു അത്ഭുതം ഏതാന്ന് പറഞ്ഞേ. ഞങ്ങൾ അങ്ങനൊന്നും പറയില്ലച്ചോ, അച്ഛന് വല്ലതും പറയാനുണ്ടേ പറഞ്ഞോളൂ. 4 സുവിശേഷങ്ങളിലും സൺഡേ സ്കൂൾ അധ്യാപകർ ഇരിപ്പുണ്ട്, മോശമാണ്, കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്, സമാജത്തിലെ വലിയ ചേച്ചിമാർ ഇവിടെ ഇരിപ്പുണ്ട്. പറയേ, 4 സുവിശേഷങ്ങളിൽ ഒരേപോലെയുള്ളൊരു അത്ഭുതം ഉണ്ടല്ലോ. ഏതാത്? ക്ലൂവ് തരാം. കഴിക്കണ കാര്യമാണ്. എന്താണ്? ചപ്പാത്തി. അത് കോർണർ മീറ്റിങ്ങിനല്ലേ? 5 അപ്പം കൊണ്ട് അത് പെട്ടെന്ന് പറയാമല്ലോ നമുക്ക്. 4 സുവിശേഷങ്ങളും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുക. സത്യം പറഞ്ഞാൽ സുവിശേഷങ്ങളിൽ ഈ അപ്പത്തെക്കുറിച്ച് നിറച്ചു പറയുകയാണ്. അപ്പത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണോ നാം സുവിശേഷത്തെ സ്നേഹിക്കുന്നത്? അതോ അപ്പത്തിനപ്പുറത്ത് തൃപ്തിയെക്കുറിച്ച് പറയുന്നുണ്ടാണോ? യേശുതമ്പുരാൻ പുരുഷാരത്തിന്റെ വയറ് നിറച്ചു എന്ന് എഴുതിയിട്ടില്ല. അവർ തിന്ന് തൃപ്തരായി. നമ്മൾ സത്യം പറഞ്ഞാല് ക്രിസ്തുവിന്റെ പുറകെ ഞാൻ പോകുന്നത് അപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ടാണ്. എനിക്ക് A+ ഒരപ്പമാണ്, ജോലി ഒരപ്പമാണ്, എല്ലാ ഉത്തരങ്ങളും ഒരപ്പമാണ്, എനിക്ക് സൗഖ്യം ഒരപ്പമാണ്, എനിക്ക് കിട്ടേണ്ട എല്ലാ ഉത്തരങ്ങളും ഒരപ്പമാണ്. അപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ സ്നേഹിക്കുന്നത്. പക്ഷെ അപ്പത്തിനപ്പുറമുള്ള തൃപ്തിയെക്കുറിച്ച് പറയുന്നതിൽ എന്നാണ് ഞാൻ ഇനി ഈ പുസ്തകത്തെ സ്നേഹിക്കുക? ആഗ്രഹങ്ങളും അപ്പങ്ങളും മാറ്റിവെച്ചിട്ട് ഉള്ളു നിറയുന്ന തൃപ്തിക്ക് വേണ്ടി ഞാൻ ഇനി എന്നാണ് ഈ പുസ്തകം വായിക്കുക? കർത്താവിന്റെ പിറകെ ഞാൻ വരുന്നത് എൻ്റെ അപ്പത്തിനല്ല, അപ്പത്തിനപ്പുറം വിവരിക്കാനാകാത്ത തൃപ്തിക്കാണ്. ഇന്ന് രാവിലെയും ഈ സന്ധ്യയ്ക്കൊക്കെ നമ്മൾ ഒത്തിരി വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞ ഒരു വരി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. എന്താ? അന്ന് നിങ്ങൾ എന്നോടൊന്നും. ഇത് അങ്ങേയറ്റത്താ. നമുക്ക് പറ്റും അവിടെത്താൻ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്, അല്ലേ? ദൈവത്തോട് ഒത്തിരി ഡിമാൻഡ് ഉണ്ട്. പക്ഷേ യഥാർത്ഥ ഒരു സ്പിരിച്വാലിറ്റി, ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഗ്രോണപ്പ് എന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്, ഒന്നും ചോദിക്കാതെ എങ്ങനെ ഇരിക്കുക? എന്നാ പറ്റുക? അന്ന് നിങ്ങൾ എന്നോടൊന്നും. അത് അപ്പമല്ല, അപ്പത്തിനപ്പുറമുള്ള തൃപ്തിയാണ്, അല്ലേ? നമുക്കറിയാം, ഈ പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന കാര്യങ്ങളും പണം ഉണ്ടാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഇടയ്ക്ക് നമ്മളോട് തന്നെ പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതല്ലേ? അപ്പം പണം കൊണ്ട് വാങ്ങാം, തൃപ്തിയോ? ഭക്ഷണം വാങ്ങാം, പക്ഷേ ആരോഗ്യം? മെത്ത വാങ്ങാം, പക്ഷെ ഉറക്കം വാങ്ങാൻ പറ്റില്ല. മെത്ത അപ്പമാണ്, പക്ഷെ ഉറക്കമാണ് തൃപ്തി. മരുന്ന് അപ്പമാണ്, പക്ഷെ ആരോഗ്യമാണ് തൃപ്തി. വാച്ച് അപ്പമാണ്, പക്ഷെ സമയമാണ് തൃപ്തി. നമുക്ക് വാച്ചുണ്ട്, പക്ഷെ എന്തില്ല? സമയമില്ല, തൃപ്തിയില്ല. അപ്പൊ അപ്പത്തിനപ്പുറമാണ്. അപ്പൊ പണം കൊണ്ട് വാങ്ങാനൊക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ വല്ലപ്പോഴും ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? അന്ന് നിങ്ങൾ എന്നോടൊന്നും
പക്ഷെ യാക്കോബിനെ പോലെയാണ് നമ്മൾ. എനിക്ക് അരി കിട്ടുമെങ്കിൽ, എന്നെ കാക്കുമെങ്കിൽ, വി ഹാവ് ഡിമാൻഡ്സ്. യാക്കോബിനത് മനസ്സിലായി. അതുകൊണ്ടാണ് അവസാനം പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, നീ എന്നെ ലോകത്തിന് തരാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ ആർക്ക് തരാൻ പറ്റും? ദൈവമേ, അങ്ങേക്ക് തരാൻ പറ്റും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് വേദാന്തത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ഈ ഒന്നും ചോദിക്കാതെ എങ്ങനെ പള്ളിയിൽ പോയി നമുക്ക് കുറച്ചു നേരം ഇരിക്കാൻ പറ്റുമോ? ഒന്നും ചോദിക്കാണ്ട്. വേദാന്തത്തിൽ ശങ്കരാചാര്യര് അത് മനോഹരമായി എടുത്തു പറയുന്നുണ്ട്. സത്സംഗത്തെ നിസംഗത്വം, നിസംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലത്വം, നിശ്ചലത്വം ജീവന് മുക്തി. ചുമ്മാ കേട്ടാ മതി, കാണാനൊന്നും പഠിക്കണ്ടല്ലോ. സത്സംഗത്തെ നിസംഗത്വം. വെപ്പുവല്ലുള്ളവരൊന്നും പറയാൻ ശ്രമിക്കണ്ട, ചുമ്മാ കേട്ടാ മതി. സത്സംഗം എന്ന് പറഞ്ഞാൽ നല്ല കൂട്ടുകെട്ട്, നല്ല സഹവാസത്തിൽ. സത്സംഗത്വേ നിസംഗത്വം. നിസംഗത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു താല്പര്യമില്ല. നിസംഗത്വേ നിർമോഹത്വം. നിർമോഹത്വം എന്ന് പറഞ്ഞാൽ നിസ്സംഗത ഉണ്ടാകുമ്പോൾ മോഹങ്ങൾ മരിച്ചു പോകും. നിർമോഹത്വേ നിശ്ചലത്വം. മോഹങ്ങൾ മരിക്കുമ്പോൾ നിശ്ചലത ഉണ്ടാകും. ഈ നിശ്ചലതയിലാണ് വേദാന്തം പറയുന്നത്, സുവിശേഷം പറയുന്നത്, അന്ന് നിങ്ങൾ എന്നോടൊന്നും. അതാണ് താബോറിൽ ഉണ്ടായത്. നിശ്ചലത്വേ ജീവന് മുക്തി. അതാണ് മോക്ഷം, അതാണ് പരമാനന്ദം, അതാണ് നിത്യജീവൻ. അല്ലാതെ ഉള്ളംകാലി പൊങ്ങി നിന്ന് ഒടുക്കത്തെ പ്രാർത്ഥിച്ച് കിട്ടുന്ന ഒന്നുമല്ല നിത്യജീവൻ. ഈ നിശ്ചലത കുരിശിൽ വെച്ച് കർത്താവ് നിവർത്തിയായി എന്ന് പറയുന്നുണ്ട്. എന്താ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് എഴുന്നേക്കുമ്പോൾ അങ്ങോട്ട് കണ്ണു പോരുത് കേട്ടോ. നിവർത്തിയായി എന്ന് പറയുന്നുണ്ട്. താബോറിൽ ഇതുണ്ട്. ഒന്നും ചോദിക്കാനില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക, ഒന്നും പറയാനില്ലാതെ ഇങ്ങനെ ഇരിക്കുക. നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമല്ലേ അത്? അപ്പൊ യാക്കോബ് പറയുന്നത്, നമ്മളാണ് യാക്കോബ്. ഉണ്ടെങ്കിൽ നമ്മുടെ കണക്കൊന്നുമില്ല. മെൻ കാൽക്കുലേറ്റ്, ഗോഡ് ഡിസൈഡ്സ് എന്നാണ്. മനുഷ്യൻ കണക്ക് കൂട്ടുന്നു, ആര് തീരുമാനിക്കുന്നു? അല്ലേ? എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരാണ് മോശയുടെ മകന്റെ പേര്. മോശയ്ക്ക് 2 ആൺപിള്ളേരാണ്. ഒരാളുടെ പേര് ഗർഷോം, ഒരാളുടെ പേര് എലയാസർ. കേട്ടിട്ടുണ്ടോ? ഈ കിഴക്കേ തെരുവിൽ ആർക്കെങ്കിലും ഗർഷോം എന്ന് പേരുണ്ടോ? ഉണ്ടോ? സാധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആ പേരിന്റെ അർത്ഥം എന്തെന്നറിയാം? പരദേശി. എന്താണ് പരദേശി? എന്താണ്? അങ്ങനെ ആരെങ്കിലും പിള്ളേർക്ക് പേരിടും? സ്വന്തം മോനിട്ട പേരാണ്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ കണ്ണിച്ചോരല്ലാത്ത അപ്പൻ ഈ കൊച്ചിന് എന്നെ ഇങ്ങനെ പേരിട്ട്, പരദേശി. മോനിട്ട പേരാണ് ഗർഷോം. പക്ഷെ ആലോചിക്കുമ്പോൾ എനിക്ക് പിടികിട്ടുന്നുണ്ട് കേട്ടോ. ഈ അപ്പനെ കുറിച്ച് എൻ്റെ കേൾവിക്കാരെന്ന് ആലോചിച്ച് നോക്കിക്കും. മോശ പുള്ളി ജനിച്ച സമയത്ത് കരയാൻ പറ്റിയിട്ടില്ല. പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരുന്ന ആ 6 മാസം, 3 മാസം, 2 മാസം കരയാൻ പറ്റിയില്ല. പിന്നെന്താ? പക്ഷെ ഈ കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് ഫറവോന്റെ കിങ്കരന്മാർ വാളുമായിട്ട് കിടക്കുകയാണ്, കുഞ്ഞിനെ കൊല്ലും. അതുകൊണ്ട് ഈ കുഞ്ഞ് കരയുമ്പോൾ അമ്മ വാപത്തും. കരയാൻ പറ്റാത്ത കുട്ടിയാണ് ആര്? മോശ. എന്നിട്ടോ ഈ പെട്ടകത്തിനകത്ത് ഒഴുക്കി വിടുകയാണ് അനാഥനായി. കഥ അറിയാന്നുണ്ടെങ്കിൽ പറയുന്നില്ല. പക്ഷെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പില്ലേ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കേ അനാഥരായ കുട്ടിയാണ് ആര്? മോശ. എന്നിട്ടോ ഫറവോന്റെ മോള് വലിച്ചെടുത്തിട്ട്, അറിയാലോ, പാല് കൊടുക്കാൻ ആരെ ഏൽപ്പിച്ചത്? ആരെ തന്നെയാണ്? സ്വന്തം അമ്മയെ തന്നെയാണ്. ഇപ്പൊ സ്വന്തം അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുന്നു. പക്ഷെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ? സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി അമ്മയെന്ന് വിളിക്കാൻ പറ്റാണ്ടായ കുട്ടിയാണ് ആര്? മോശ. എന്നിട്ടോ കൊട്ടാരത്തിൽ പാലുകുടിയെ മാറിയപ്പോ എവിടെ വിട്ട് പറയ്? കൊട്ടാരത്തിൽ. അവിടെ 40 വയസ്സ് വരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഇതൊന്നുമല്ല ജീവിതം. എന്നിട്ട് 80 വയസ്സ് വരെ ആടിനെ മേയിച്ചു നടന്നു ഒറ്റയ്ക്ക്. 80 വയസ്സ് മുതൽ ഈ ഇസ്രായേലിന്റെ വിമോചകനായി നേതൃസ്ഥാനം. അത് സുഖമുള്ള പണിയായിരുന്നില്ല. ഇവന്റെയൊക്കെ പിച്ചലും മാന്തലും തോണ്ടലും തെറിവിളിയും ആർക്ക് ഹോൾസെയിലായിട്ട് കിട്ടി? മോശയ്ക്ക് കിട്ടി. അപ്പോഴും മോശയ്ക്കൊരു സ്വപ്നമുണ്ട്. എന്തെന്നറിയാം? എന്നെങ്കിലും വാഗ്ദത്ത കനാനിൽ കയറാം. 120ാമത്തെ വയസ്സിൽ നെബോ പർവ്വതത്തിന്റെ അടുത്ത് കൊണ്ടു നിർത്തിയിട്ട്
മോശയെ മേളിൽ കയറ്റി നിർത്തിയിട്ട് മോശയോട് ദൈവം ചോദിച്ചു, മോശ ഹൗ ആർ യു, സുഖമാണോ? മോശ പറഞ്ഞു കുഴപ്പമില്ല. എന്നിട്ട് മോശയോട് ദൈവം ചോദിച്ചു, നീ താഴോട്ടൊന്ന് നോക്കിക്കേ, എന്നാ കാണുന്നേ? മോശ നോക്കിയിട്ട് പറഞ്ഞു, കണ്ണുമങ്ങാത്ത മോശ പറഞ്ഞു, അയ്യോ എന്ത് രസാണ് ആ സ്ഥലം, വയലറ്റ് പട്ടു പുതച്ചതുപോലെ മുന്തിരിത്തോട്ടങ്ങൾ പഴുത്തു കിടക്കുന്ന അങ്ങകലെ താഴെ യവപ്പാടങ്ങൾ കൊയ്ത്തിന് ഭാഗമായി ഗോതമ്പ് വർണ്ണമണിഞ്ഞ് കിടക്കുകയാണ്, സ്വർണ്ണവർണ്ണമണിഞ്ഞ്. അങ്ങകലെ ലെബനോനിലെ ദേവദാരുക്കൾ തലയാട്ടി നിൽക്കുന്നു, നല്ല രസമുള്ള കാഴ്ച. ഷാരോനിലെ സുഗന്ധം അങ്ങ് വീശിയടിക്കുകയാണ്. അങ്ങ് താഴ്വരയിൽ നിൽക്കുന്ന ഗോഫർ മരങ്ങളുടെ ചില്ലകൾ കാറ്റത്തിളകിയാടുന്നു. മോശയ്ക്ക് ഈ മലയുടെ മേളിൽ നിന്ന് നോക്കിയപ്പോൾ എന്ത് രസ, കഴിഞ്ഞ 120 വർഷമായിട്ട് മരുഭൂമി മാത്രം കണ്ട കണ്ണുകളാ. ഇത്ര നല്ല കാഴ്ച കണ്ടപ്പോൾ മോശ ചോദിച്ചു, ദൈവമേ ഏതാണ് ആ സ്ഥലം? ദൈവം പറഞ്ഞു, പൊന്നു മക്കളെ അതാണ് കനാൻ. അപ്പൊ മോശ ചോദിച്ചിട്ടുണ്ടാവണം, എനിക്ക് കൊതിയാവുന്നുണ്ട്, ഞാൻ താഴോട്ട് പൊക്കോട്ടെ? അപ്പൊ ദൈവം എന്നാ പറഞ്ഞു, നോ നെവർ, നീ ഇവിടെ വെച്ചു മരിക്കും. അങ്ങനെ നിങ്ങൾ പറ. എല്ലാം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ നഷ്ടപ്പെട്ട ഒരു അപ്പൻ അയാളുടെ കൊച്ചിനിട്ട പേരെന്താന്നാ ഞാൻ പറഞ്ഞ്? ഗർഷോം. അതിൻ്റെ അർത്ഥം എന്താ? പരദേശി. നമ്മുടെ എല്ലാ ഡിമാൻഡുകൾക്കും, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും, അതിനൊക്കെ അപ്പുറം ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്ന പേരാണ് ഗർഷോം. കിഴക്കേ തിരുവള്ളിയിലെ എല്ലാ കുഞ്ഞുങ്ങളുടെ പേരും എന്ത് തന്നെയാണ്? ഗർഷോം എന്ന് തന്നെയാണ്. നിത്യ എന്ന് നിങ്ങൾ പേരിട്ടുള്ളൂ, എന്നും ഇവിടെ ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ വിചാരം, നിത്യ. പക്ഷെ ഒരു നിത്യയും ഒരു സന്തോഷവും ഒരു ജോയിയും ഒരു തങ്കച്ചനും. ജോയി എന്ന് പറഞ്ഞാൽ എന്നും ജോയി ആയിരിക്കും, സന്തോഷമായിരിക്കും. എന്ന് സന്തോഷം എന്ന് പേരിട്ട എന്ന് സന്തോഷമായിരിക്കും. അല്ല, ജീവിതം ഇങ്ങനെ ആശ്ചര്യത്തിൽ തുടങ്ങി കഷ്ടത്തിൽ അവസാനിക്കുകയാണ്. അതുകൊണ്ട് യാക്കോബിനൊരു തിരിച്ചറിവുണ്ട്. തൻ്റെ ഡിമാൻഡുകളെല്ലാം ബേത്ലഹേമിൽ അല്പദൂരം മാത്രമുള്ളപ്പോൾ, വീടിനകത്ത് അന്നം വിറ്റ പാർട്ടിയാണ് യാക്കോബ്. ചേട്ടന് പായസം വിറ്റു, വീട്ടിനകത്ത് അന്നം വിൽക്കുക എന്ന് പറഞ്ഞ എന്തൊരു ഗതികേടാണ്, എന്തൊരു ക്രിമിനലാണ് അയാൾ. വീട്ടിനകത്ത് അന്നം വിറ്റ മനുഷ്യൻ, സ്വന്തം സഹോദരന്, വീട്ടിലൂണിന്റെ കാര്യമല്ല, സ്വന്തം സഹോദരന് വീട്ടിനകത്ത് അന്നം വിറ്റ മനുഷ്യൻ പ്രായമായപ്പോ അന്നം തേടി മിസ്രൈമിൽ അലേണ്ടി വന്നു. അന്നം തേടി മക്കൾ പോയതിന്റെ ഗതികേടാണ് ആ അപ്പൻ വാർദ്ധക്യത്തിൽ അനുഭവിച്ച ഗതികേട് മുഴുവൻ. അളക്കുന്ന അളവില്, പൊന്നു തൂക്കണ അളവില് പലിശ സഹിതം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കൊത്തിരി ഡിമാൻഡുണ്ട്. എന്നാൽ എൻ്റെ ദൈവമേ, ദൈവാനുഭവത്തിൻ്റെ ഒന്നാമത്തെ രീതി അതാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ദൈവാനുഭവം, നിലനിൽപ്പിന് വേണ്ടിയുള്ള. പക്ഷെ എന്നാൽ സുവിശേഷം പറയുന്നത്, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല, അതൊരു പരമാനന്ദമാണ്. നമുക്ക് പറ്റുമോ? അവിടൊന്നും ചെല്ലാൻ പറ്റത്തില്ല. അവിടെ എത്താൻ നമ്മൾ സ്വപ്നം കാണാനേ ഉള്ളൂ. കുരിശിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട്, നിവൃത്തിയായി. ഈ ഭാരതത്തിന്റെ കുരുക്ഷേത്ര കഥയിൽ പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, അർജുനനോട് ചോദിക്കുന്നുണ്ട്, കുരുക്ഷേത്ര യുദ്ധം വരികയാണ്, നിനക്കെന്താണ് വേണ്ടത്? ആരാലും തോൽപ്പിക്കപ്പെടാത്ത അസംഖ്യം സൈനികരുണ്ട്, അവരെ വേണമോ? നിരായുധനായി യുദ്ധം ചെയ്യാതിരിക്കുന്ന എന്നെ വേണോ? പറ. ആർക്കും തോൽപ്പിക്കാനാകാത്ത അസംഖ്യം സൈനികരുണ്ട്, അവരെ വേണോ? നിരായുധനായി യുദ്ധം ചെയ്യാതിരിക്കുന്ന എന്നെ വേണോ? പാർത്ഥൻ, അർജുനൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, നീ മതി, എനിക്കൊന്നും വേറൊന്നും വേണ്ട. ആര് മതി? നീ മതി. ഈ പാർത്ഥന്റെ ചോദ്യമാണ്, അർജുനന്റെ ചോദ്യമാണ്. നമ്മൾ വേറൊരു തരത്തിൽ പാടും, നീ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഒരു കഥയുണ്ട്. ഞാൻ കഥ പറഞ്ഞിട്ട് രണ്ടാമത്തതിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ഡിമാൻഡാണ് നമ്മൾ പറഞ്ഞത്, നിലനിൽപ്പിന് വേണ്ടിയുള്ള വിശ്വാസം, അല്ലേ? ഒരിടത്തൊരു രാജാവ് നാട് കാണാൻ ഇറങ്ങി. ആളുകളെല്ലാം രാജാവിനെ കാണാനായിട്ട് അന്ന് വഴിയരികിൽ തടിച്ചുകൂടി. രാജാവ് കുറേ നാളിന് ശേഷം വരികയാണ്. രാജാവ് വരുന്നത് കാണാൻ ഒരുപാട് പേര് നിൽക്കുകയാണ്, ഇടിച്ചുകുത്തി നിൽക്കുകയാണ്. പക്ഷെ രാജാവ് വരുന്ന സമയത്ത് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അവിടെ വേറൊരു സംഭവം നടന്നു. ആ നാട്ടിലൊരു വിശ്വാസമുണ്ട്, ഒരു ഭാഗ്യപക്ഷിയുണ്ട്, അത് വല്ലപ്പോഴും ആ നാട്ടിൽ വരുള്ളൂ.
അത് വന്നു കഴിഞ്ഞാൽ അത് പറക്കുന്നതിൻ്റെ നിഴല് വീണാൽ മതി. ആ നിഴല് കിട്ടുന്ന ആൾക്ക് ഭയങ്കര ഭാഗ്യമാണ്, അയാൾക്ക് ആയുസ് കൂടും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് വരില്ല, വല്ലപ്പോഴും കാണേ വരുള്ളൂ, വർഷത്തിലൊരിക്കലോ. പക്ഷെ രാജാവ് ഈ തെരുവീതിയിൽ കൂടെ രഥത്തിൽ വന്നുകൊണ്ടിരുന്നപ്പോഴുണ്ട്, പ്രതീക്ഷിക്കാതെ അന്ന് ഭാഗ്യപക്ഷി അല്പം അകലേക്ക് താഴെ പറന്നിറങ്ങാണ്. ആരോ വിളിച്ചു പറഞ്ഞു, ദേ നമ്മുടെ ഭാഗ്യപക്ഷി വന്നിട്ടുണ്ട്. എല്ലാവരും ഓടുകയാണ്. രാജാവിനെ കാണാനുള്ള മോഹം മാറ്റിവെച്ചിട്ട് ആ ഭാഗ്യപക്ഷിയുടെ നിഴല് വീഴാൻ താഴെ ചെന്നിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം ഓടിയില്ല. രാജാവിനെ ചോദിച്ചു, നീ എന്താണ് ഓടാത്തത്? നിനക്ക് ഭാഗ്യം വേണ്ടേ? എല്ലാവരും പോയല്ലോ. ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് കൂടെയുള്ളതാണ് എൻ്റെ ഭാഗ്യം, അങ്ങ് കൂടെയുള്ളതാണ് എൻ്റെ അനുഗ്രഹം. ഈ ലോകത്തിൻ്റെ ഭാഗ്യപക്ഷികൾ പറന്നേക്കാം, പക്ഷെ നീ മാത്രം മതി, നീ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ദൈവാനുഭവം. ഒന്നാമത്തേതാണ് ഒറ്റ വാക്കോർത്താൽ മതി, ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ. യാക്കോബ് പറയാണ്, നമ്മളൊക്കെ യാക്കോബാണ്. ഈ വീടിന്റെ മുറ്റത്തിരിക്കുന്നൊരു യാക്കോബാ, ഈ നിന്ന് പ്രസംഗിക്കുന്ന ആളും യാക്കോബാ. നമുക്ക് ഡിമാൻഡുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങള്, എൻ്റെ വീട്, എൻ്റെ സ്വപ്നങ്ങള്, എൻ്റെ കിനാവുകള് നമ്മളിൽ പൂർത്തിയാക്കാൻ ഒക്കാണ്ട് പോയത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പൂർത്തിയാക്കാനാണ് നമ്മുടെ ശ്രമം. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തത്, രണ്ട് ദൈവാനുഭവങ്ങളെയാണ് ഈ രാത്രി നാം ധ്യാനിക്കുന്നത്. ഒന്നാമത്തേത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ, ദ ഡിവൈൻ എക്സ്പീരിയൻസ് ഓഫ് എക്സിസ്റ്റൻസ്. രണ്ടാമത്തേത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളാണ്. പെട്ടെന്ന് എടുക്കണം. ഒരാൾ അതെടുക്കുമ്പോൾ അടുത്തയാൾ ഹബക്കൂക്ക് 3:17 എടുക്കണം. രണ്ടുപേരെടുത്തേ. നിങ്ങൾ രണ്ടുമൂന്ന് പേര് കണ്ണടച്ചിരിക്കുന്നു. ധ്യാനിക്കുവാണോ അതോ പോട്ടെ, സാരമില്ല, ഉറക്കെ വായിച്ചോ. ഒരാൾ എടുക്കേണ്ടത് ദാനിയേൽ 3:17-18, ഒരാൾ എടുക്കേണ്ടത് ഹബക്കൂക്ക് 3:17. ഞങ്ങൾ സേവിക്കുന്ന, ഞാൻ പശ്ചാത്തലം പറഞ്ഞിട്ട് നിങ്ങൾക്ക് വായിക്കാം. അതായത് ദാനിയേലിനെയും കുഞ്ഞുങ്ങളെയും തീച്ചൂളയിലിടാൻ കൊണ്ടുപോയി. അറിയാലോ അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞ് അറിയാലോ. അപ്പോൾ ഈ തീച്ചൂളയുടെ വക്കിൽ നിൽക്കുമ്പോഴും പറയാണ്, നിങ്ങൾക്ക് ഒരു അവസരം തരാം, ലാസ്റ്റ് ചാൻസ്. നിങ്ങൾ ദൈവത്തെ തള്ളി പറയണം. അങ്ങനെയാണെങ്കിൽ വിട്ടേക്കാം, ലാസ്റ്റ് ചാൻസ്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ പറയുന്നതാണ്, സഹോദരി ഒന്ന് വായിച്ചേ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവ്, ശ്രദ്ധിക്കണേ, രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ബാക്കിയാ എനിക്ക് കേൾക്കേണ്ടത്. അല്ലെങ്കിലും ഞങ്ങൾ സഹോദരിമാരെ എന്റെ മുഖത്തേക്ക് നോക്കിക്കേ. ഈ ദാനിയേൽ പറയുന്നു, ഈ തീച്ചൂളയുടെ മുന്നിൽ വെച്ച് പറയാ, നമ്മളെ വിട്ടേക്കാം കേട്ടോ, തള്ളി ഒറ്റ തവണ പറഞ്ഞാൽ മതി. പറയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ഇനി അല്ലെങ്കിലും, ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് ദൈവം തന്നെ. കേൾക്കണേ, ഇതിൻ്റെ പേര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഒന്ന് പറഞ്ഞേ, ഉണ്ടെങ്കിലും. യാക്കോബ് പറഞ്ഞത് ഉണ്ടെങ്കിൽ ദ സ്പിരിച്വാലിറ്റി ഓഫ് എക്സിസ്റ്റൻസ്. എന്നാൽ ഇവിടെ പറയുന്നത് ദ കണ്ടിന്യൂറ്റി ഓഫ് ഡിവൈൻ എക്സ്പീരിയൻസ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ, അല്ല ഞങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിലും. ഇനി ആരാ ഹബക്കൂക്ക് എടുത്ത് വെച്ചേക്കുന്ന ആളെ കൈവക്കിക്ക്. ഹബക്കൂക്ക് അത് വായിച്ചേ. അതൊരു പാട്ടാണ്, ഒരു സങ്കടത്തിന്റെ പാട്ടാണ്. വായിച്ചേ. ഹബക്കൂക്ക് ഒരു സങ്കടകാലത്ത് ദേശം മുഴുവൻ ഉണങ്ങിക്കരിഞ്ഞു വല്ലാണ്ട് വേനലും വരൾച്ചയും ക്ഷാമവും ഉണ്ടാകിയപ്പോൾ പ്രവാചകൻ പറയുന്നു, വായിച്ചേ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല,
ഒലിവുമരത്തിന്റെ പ്രയത്നങ്ങൾ നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം തരികയില്ല, ആട്ടിൻകൂട്ടൻ തൊഴുത്തിൽ അറ്റുപോകും, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും നിങ്ങൾ നോക്കിക്കേ, എങ്കിലും കിട്ടില്ല കിട്ടില്ല കിട്ടില്ല, മുന്തിരി പൂക്കില്ല, ഗോതമ്പ് കായ്ക്കില്ല, ആടുണ്ടാവില്ല, കന്നുകാലികളൊക്കെ ചത്തുപോകും, എല്ലാം നഷ്ടപ്പെടും. എങ്കിലും എൻ്റെ ഹൃദയം യഹോവയിൽ, ഇതിൻ്റെ പേര് ഉണ്ടെങ്കിലും. ദാനിയേൽ 3:17-18 മറക്കല്ലേ, ഹബക്കൂക്ക് 3:17-18 മറക്കല്ലേ. ആ വാക്കൊന്ന് പറഞ്ഞ് ഉണ്ടെങ്കിലും. ആദ്യത്തേതെന്താ യാക്കോബ് പറഞ്ഞത്? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ. ദേ ഇവിടെയോ ഉണ്ടെങ്കിലും. ഫിഗ് ട്രീസ് ഡസ് നോട്ട് ബ്ലോസം, അത്തിപൂക്കില്ല. നോ ഫ്രൂട്ട്സ് ഇസ് ഓൺ ദ വൈൻസ്, മുന്തിരിക്കകത്ത് ഫലം ഉണ്ടാവില്ല. യറ്റ് ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ്, എങ്കിലും I will not exalt in the God of my salvation, എൻ്റെ ദൈവത്തിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. എന്നെ ഒന്ന് നോക്കിക്കേ, താടിക്കുന്ന കൈയൊക്കെ എടുത്തിട്ട് എന്നെ ഒന്ന് നോക്കിക്കേ. നമ്മളിതിൽ ഏതാ? യാക്കോബാണോ ഹബക്കൂക്കാണോ? പറ. അത് പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇന്നുകൊണ്ട് കോർണർ മീറ്റിംഗ് അവസാനിപ്പിക്കണമെന്ന് ഞാൻ അച്ഛനോട് ഡിമാൻഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോഴും യാക്കോബാണ്. നിങ്ങളിൽ പലരും പറഞ്ഞു, അച്ചോ ഞാൻ ഹബക്കൂക്കാ കേട്ടോ, ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല, ഒന്നും ചോദിക്കാനില്ല. പക്ഷെ അല്ല പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോഴും യാക്കോബാ. എനിക്ക് കുറേ ആവശ്യങ്ങളുണ്ട്, വിഷയം വെക്കാനുണ്ട്, ഭാരങ്ങളുണ്ട്. വിഷയം വെക്കണ്ടെന്നല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ വിപരീതാനുഭവങ്ങൾ ഉണ്ടായാലും ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ്. വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലല്ല, ജീവിതത്തിലെ വിപരീതാനുഭവങ്ങൾ, റിയാക്ഷനിൽ നമ്മൾ എങ്ങനെ തമ്പുരാനോട്. അത്തിവൃക്ഷം പൂക്കുകയില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാകുകയില്ല. ഈ ഹബക്കൂക്ക് അത് പാടിയിട്ടുണ്ട്. അതെങ്ങനെ പാടിയതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് രാത്രി ഞാൻ പാടട്ടെ. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും ഞാനെൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും ഞാനെൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. എന്താ? നിങ്ങൾ ആ 3-ാം അധ്യായത്തിന്റെ തലക്കെട്ട് നോക്കിക്കേ, വിഭ്രമഗീതം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഹബക്കൂക്ക് എങ്ങനെ പാടിയെന്നറിയില്ല, പക്ഷെ 2026 മാർച്ച് മാസത്തിന്റെ 8-ാം തീയതി രാത്രി ഈ സ്ഥലത്ത് ഞാൻ ഇങ്ങനെയാ പാട്ട് പാടുക. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും. ചുമ്മാ പാടിക്കേ. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും ഞാനെൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും ഞാനെൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. അത്രേ ഉള്ളൂ. എന്തൊക്കെ വിപരീതാനുഭവങ്ങൾ ഉണ്ടായാൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. അധികാരങ്ങൾക്കോ
പ്രഭുത്വങ്ങൾക്കോ എൻ്റെ ആത്മശക്തി തോൽപ്പിക്കാനാവില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഭക്ഷണം ചാരമായാലും ഞാൻ ചാരി നിന്നവർ വീണുപോയാലും. എന്താ എൻ്റെ ദൈവമേ, സങ്കടങ്ങൾ എത്ര വന്നാലും എൻ്റെ ഭക്ഷണം ചാരമായാലും ഞാൻ ചാരി നിന്നവർ വീണുപോയാലും, എൻ്റെ കൺമുൻപിൽ വാതിലടഞ്ഞു പോയാലും കർത്താവെത്തിയിടും എനിക്കൊരു വാതിൽ തുറന്നിടുവാൻ. വിശ്വാസത്തോടെ പാടാമോ? എൻ്റെ കൺമുൻപിൽ വാതിലടഞ്ഞു പോയാലും കർത്താവെത്തിയിടും എനിക്കൊരു വാതിൽ തുറന്നിടുവാൻ. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻതൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ നാഥനെ, എന്റെ ദൈവമേ, ഞാൻ എന്നാണ് അവിടെ എത്തുക? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗതികേടുകളിൽ സമർപ്പിക്കുന്ന ചില മനുഷ്യരുടെ സൗന്ദര്യം ഉണ്ടല്ലോ. സൗഖ്യമാക്കുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ രോഗിയാക്കുന്ന ദൈവത്തെ ഇയ്യോബിനറിയാം. ധ്യാനിച്ചേ, ഇയ്യോബ് പറഞ്ഞു, ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ കാണുക. സൗഖ്യമാക്കുന്ന ദൈവത്തെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, എന്നാൽ രോഗിയാക്കുന്ന ദൈവത്തെ ആരറിഞ്ഞു? ഉറക്കെ പറ. ഇയ്യോബ് പറഞ്ഞു. കാഴ്ച തരുന്ന ദൈവത്തെ നമുക്കറിയാം. ഈ രാത്രി നമ്മുടെ രണ്ട് കണ്ണും തുറന്നിരിക്കുക, എന്നാൽ കാഴ്ച എടുക്കുന്നൊരു ദൈവത്തെ പൗലോസ് അപ്പോസ്തലനറിയാം. ദമസ്കോസിന്റെ വഴിയിൽ 3 ദിവസം ആ കണ്ണെടുത്ത് തമ്പുരാൻ. കാഴ്ച ഉണ്ടായതുകൊണ്ട് വിലയില്ല, ഉണ്ടോ? ഈ പ്രസംഗം തുടങ്ങിയിട്ടിപ്പോൾ ഏതാണ്ട് 50 മിനിറ്റായി. ഇതിനിടയിൽ നമ്മൾ എത്ര നേരം കണ്ണ് ചിമ്മി? അതൊരു കാര്യമാണല്ലേ? കണ്ണ് ചിമ്മുന്നതിൽ വല്ല കാര്യമുണ്ടോ? പറയും. കണ്ണ് ചിമ്മുന്നതിൽ വല്ല കാര്യമുണ്ടോ? കണ്ണടയ്ക്കുന്നതല്ല ഞാൻ പറയാം, അവിടെ ഇരുന്ന് കണ്ണടയ്ക്കുന്നതല്ല. കണ്ണ് ചിമ്മുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ കണ്ണ് ചിമ്മുന്നത് കാര്യമുള്ളത് എവിടാ? ഒരു ന്യൂറോ ICUവിന്റെ മുന്നിൽ നിൽക്കുമ്പോ നമ്മുടെ ഒരു പ്രിയപ്പെട്ടയാൾ അകത്ത് ന്യൂറോ ICUവിന്റെ ബെഡിൽ ഒരു പക്ഷാഘാതം വന്നിട്ടല്ലെങ്കിൽ ഒരു അപകടത്തെ തുടർന്ന് അനങ്ങാണ്ട് കിടക്കുന്ന ദിനരാത്രങ്ങൾ. ഒരു വേള ICUവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പറയുന്നു, കൺപോള ഒന്ന് ചലിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സിംപ്റ്റം ഓഫ് റിട്ടേൺ, ഇറ്റ് ഈസ് ദ സിംപ്റ്റം ഓഫ് യു ടേൺ. കണ്ണൊന്ന് ചലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. നമ്മൾ സന്തോഷം കൊണ്ട് ICUവിന്റെ മുന്നിൽ തുള്ളിച്ചാടും. ഈ രാത്രി കണ്ണ് ചിമ്മുന്നതിന് നമുക്ക് സാധാരണ ചിന്തയിലൊരു വിഷയമല്ല. ഒരു ന്യൂറോ ICUവിന്റെ മുന്നിൽ നിൽക്കുന്നയാൾക്ക്, അകത്തുള്ള കിടക്കുന്നയാള് കൺപോള ചിമ്മുന്നത് പോലും വലിയ അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കണ്ണ് തരുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ കണ്ണ് തിരിച്ചെടുക്കുന്ന ദൈവത്തെ പൗലോസ് അപ്പോസ്തലനറിയാം. നടത്തുന്ന ദൈവത്തെ നമുക്കറിയാം, 2 കാല് പോക്കിയ, പക്ഷെ മുടന്തനാക്കുന്ന ദൈവത്തെ യാക്കോബ് രുചിച്ചു. ആ മുടന്തിലാണ് അയാൾ വലിയ വായിലെ പറഞ്ഞത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. മക്കളെ തരുന്ന ദൈവത്തെ നമുക്കറിയാം. നമ്മുടെ മടിയിലേക്ക് വെച്ച് തന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് നാം വരം കിടന്നിട്ടൊന്നുമല്ല, എന്നാൽ മക്കളെ തിരിച്ചെടുക്കുന്നൊരു ദൈവത്തെ ദാവീദ് രുചിച്ചിട്ടുണ്ട്. 7 ദിവസം ആ മനുഷ്യൻ മുറിയടച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കുട്ടിയെ കിട്ടിയിട്ടില്ല. ആ സങ്കടത്തിലാണ് അനുതാപത്തിന്റെ പുഴ 51 സംഘത്തിനുമായിട്ട് ഒഴുകുന്നത്. മക്കളെ എടുക്കുന്നൊരു ദൈവത്തെ, മക്കൾ മരിച്ചുപോയ അപ്പനും അമ്മയ്ക്കും അറിയാം. വഴികൾ തുറക്കുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ
വഴികളടയുമ്പോൾ വാതിൽ തുറക്കുന്ന ദൈവത്തെ ഈ പുസ്തകത്തിന്റെ അവസാനത്തെ താളുകളിൽ യോഹന്നാൻ ശ്ലീഹായ്ക്കറിയാം. പത്മോസ് ദ്വീപിൽ അകപ്പെട്ട ഈ മനുഷ്യൻ പെട്ടുപോയി. ഒരു വഴിയില്ലല്ലോ ദ്വീപിൽ വഴിയില്ല. എന്നാൽ വഴി പോലുമില്ലാത്തടത്ത് യോഹന്നാൻ വെളിപ്പാട് 3:8 പറയുക, കണ്ടാലും ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് കാണുന്നു, അതാർക്കും അടച്ചുകൂടാ. വഴി പോലുമില്ലാത്തിടത്ത് വാതിൽ കണ്ടൊരു മനുഷ്യനുണ്ട്. അവിടെ നമ്മൾ ദൈവത്തെ രുചിക്കുന്നത് എവിടെയാ? വിപരീതാനുഭവങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്ടെങ്കിലും പണ്ടൊരു മനുഷ്യൻ ജീവിതത്തിൽ 10 വയസ്സുള്ള മകൻ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടു. 10 വയസ്സുള്ള കുഞ്ഞ് പാമ്പുകടിയേറ്റ് മരണപ്പെട്ട് ആ മനുഷ്യൻ ഭക്തനായൊരു മനുഷ്യനായിരുന്നു. അപ്പൻ അങ്ങ് തെക്ക് നെയ്യാറ്റിൻകരയിൽ ജീവിച്ചിരുന്ന ഭക്തനായ മോശവത്സലം ശാസ്ത്രികൾ എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ മുഴുവൻ ഒരു മാജിക് ലാൻഡേണ് ഒരു വയലിനുമായി പാടി നടന്ന ഭക്തനായ മനുഷ്യൻ തൻ്റെ പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ട് ആ മൃതശരീര വീട്ടിൽ നിന്നെടുക്കുമ്പോൾ ആ മകൻ്റെ മരണസമയത്ത് ആ ദിവസങ്ങളിൽ ആ യാമങ്ങളിൽ കഠിനമായ വേദന ജീവിതത്തിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ ആ മനുഷ്യൻ പാടുന്നുണ്ട്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതോ ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഏതാണ് ഗുണമെന്ന് എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞിന്റെ മരണമോ ജീവനോ, ഏതോ ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ, നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തീരെ ഓരോ വരിയും അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ. എൻ്റെ കുഞ്ഞിന്റെ മരണം അന്ധകാരാണ്. പക്ഷെ അപ്പാ, അന്ധകാരമായാലും വെട്ടമായാലും അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നു. ഈ രാത്രി പാടുന്നതിന് ഒരു വാക്ക് പാടിക്കോട്ടെ, ഒരു പറഞ്ഞോട്ടെ. ഈ രാത്രി അന്ധകാരവുമായിട്ട് വീടിന്റെ മുറ്റത്തിരിക്കുന്നവരുണ്ടാകാം, ആത്മാവിലെ അന്ധകാരവുമായിട്ട്. ഈ രാത്രി ഒരുപക്ഷെ വെട്ടത്തോടെ വന്നിരിക്കുന്ന മനുഷ്യരുണ്ട്, സങ്കടപ്പെടാൻ ഒരു കാരണമില്ല. അതെ, അന്ധകാരമായിട്ടിരിക്കുന്നവരുണ്ട്, പ്രകാശമായിട്ടിരിക്കുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഈ നിമിഷങ്ങളിൽ പാടുക, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തു നീ കൽപ്പിച്ചിടുന്നു എല്ലാമേരീക്കാശീർവാദം. എല്ലാം ബ്ലെസ്സിംഗ് ആണ്. ഇരുട്ടായാലും വെളിച്ചമായാലും മരണമായാലും ജീവനായാലും. ആ പാട്ടിന്റെ തുടക്കം ഒന്ന് പാടിക്കേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും the continuity of divine experience. തിരിച്ചു പറ. നിലനിൽപ്പിന്റെ വിശ്വാസമാണ് ആദ്യത്തേത്. ഇത് വിശ്വാസത്തിന്റെ നിലനിൽപ്പാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞേ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആശയം അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ആശയം ആരംഭിക്കുന്നു എന്ന് പറയുന്നൊരു പുസ്തകമാണ് നിങ്ങളുടെ മടിയിലിരിക്കുന്നത്.
മനുഷ്യന്റെ ആശയം അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആശയം ആരംഭിക്കുന്നു എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മുടെ മടിയിൽ ഇരിക്കുന്നത്. ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. അസീസിയിലെ ഫ്രാൻസിസിന്റെ ആ വലിയ വിശുദ്ധന്റെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, പറുദീസയെ മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ ഒരു മാലാഖയെ വിട്ട് എൻ്റെ മുമ്പിൽ അതിൻ്റെ വാതിൽ അടച്ചേക്കുക. നരകത്തെ പേടിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ ആ നിത്യ നരകത്തിലേക്ക് എറിഞ്ഞേക്കുക. എന്നാൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ രണ്ട് കൈയും നീട്ടി എന്നെ സ്വീകരിക്കുക. സ്വർഗം മോഹിച്ചാണെങ്കിൽ ആ വാതിലടച്ചോ, അല്ലേ? നരകത്തെ പേടിച്ചാണെങ്കിൽ എന്നെ അങ്ങോട്ട് ഇട്ടോളൂ. പക്ഷെ രണ്ടുമല്ല, നിർമോഹത്തേ നിശ്ചലത്വം, ഞാനിതൊന്നും ചിന്തിക്കുന്നില്ല, അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ. റോമാലേഖനം 8:28 നിങ്ങൾക്കറിയാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും, ഉറക്കെ പറ, ആ വചനമൊന്ന് ഏറ്റു പറഞ്ഞ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി. ഞാൻ ഇനിയൊരു വാക്യം പറഞ്ഞുതരാം. ഇതുവരെ മിണ്ടാത്ത 48 പേര് ആ മുറ്റത്ത് ഇവിടെയായിട്ടിരിപ്പുണ്ട്, വാ തുറന്നിട്ടില്ല. അപ്പം അവരെല്ലാവരും കൂടെ ഏറ്റു പറയണം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട യെശയ്യാവ് 41:13 കർത്താവും ദൈവവുമായ ഞാൻ, കുറച്ചുകൂടെ ഉറക്കെ പറയാൻ പറ്റുമോ? കർത്താവും ദൈവവുമായ ഞാൻ പറഞ്ഞു തന്നിട്ട് പറ. നിങ്ങൾ വലിയ താല്പര്യമുള്ള മനുഷ്യർ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, എന്നാലും ഞാൻ പറഞ്ഞു തന്നിട്ട് ഏറ്റു പറ. കർത്താവും ദൈവവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഒരിക്കൽ കൂടെ പറയാം, അല്ലേ? കർത്താവും ദൈവവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, തവിട് കിട്ടാത്തവന് വേണ്ടി തടിപ്പിച്ചൊരു കാളക്കുട്ടി ധൂർത്തപുത്രന്റെ വീട്ടിലുണ്ട്. തവിട് പോലും കിട്ടിയിട്ടില്ല. എന്നാൽ അവൻ ചെല്ലുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തുന്ന്. വായിച്ചിട്ടില്ലേ ധൂർത്തപുത്രന്റെ കഥ? തടിപ്പിച്ച കാളക്കുട്ടിയും തടിച്ച കാളക്കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അങ്ങനെ എന്നാ അച്ചോ വ്യത്യാസം? തടിച്ച കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ കഴിച്ച് ഇതങ്ങ് തടിച്ച്. എന്നാൽ ആ കൂട്ടത്തിൽ തടിപ്പിച്ച ഒരു താളക്കുട്ടി എന്ന് പറഞ്ഞാൽ, ഈ ഇളയ ചെറുക്കൻ പോയ നാള് മുതൽ അപ്പം നോക്കിയിരിക്കുക. 2 പവന്റെ ഒരു മോതിരം പണിഞ്ഞു വെച്ചിട്ട് എത്ര നാളായി ചെക്കന് കൊടുക്കാൻ? ബാറ്റായുടെ ഒരു പുതിയ ചെരുപ്പ് മേടിച്ച് കട്ടിലിന്റെ കീഴിലിട്ടിട്ട് എത്ര നാളായി ചെറുക്കന് കൊടുക്കാൻ? നല്ലൊരു ഓവർകോട്ട് മേടിച്ച് വെച്ചിട്ട് എത്ര നാളായി ചെക്കന് കൊടുക്കാൻ? അവൻ വരുന്നില്ല. പക്ഷെ അവൻ വന്നപ്പോ ഇതെല്ലാം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ കൊഴുപ്പിച്ച താളക്കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ കാളക്കുട്ടികളുടെ ഇടയിൽ ഒരു കാളക്കുട്ടിക്ക് മാത്രം 1/2 കിലോ ഒക്കെ എല്ലാ ദിവസവും കൂടുതൽ കലക്കി കൊടുക്കും. 1/2 കിലോ കാലിത്തീറ്റ എല്ലാ ദിവസവും അധികം ഉണ്ടാക്കി കൊടുക്കും. എന്തിനാണെന്നറിയാം? ആ വീട് വിട്ടുപോയ ഗതികെട്ടവൻ തിരിച്ചു വരുമ്പോൾ അറുക്കാൻ. അത്രയേ ഉള്ളൂ. നമ്മളെത്ര മാറിയിടം കൊണ്ട് പോകുമ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നൊരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് വലകൾ നിറഞ്ഞാൽ അനേകർ വരും വല വലിച്ചു കയറ്റാം. എന്നാൽ ഒരു ശൂന്യമായ വലയുമായിട്ട് തീരത്തണയുന്ന പത്രോസും കൂടെയുള്ളവരും. യേശു കർത്താവ് ആ ശിഷ്യന്മാരെ വിളിക്കുന്നൊരു പേരുണ്ടെന്താ? ആരെങ്കിലും പറ. നിങ്ങളിവിടെ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ പുറകെ പോവാ. പറ, ആ ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുന്നൊരു പേരുണ്ട്. ശൂന്യമായിട്ട് വലയുമായിട്ട് വെളുപ്പിന് വരുമ്പോ, കുഞ്ഞുങ്ങളെ. എന്താണ്? നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ പരീക്ഷ പിള്ളേർ എഴുതാൻ തുടങ്ങുകയാണല്ലോ. തലയും കുത്തിന്ന് പഠിക്കല്ലേ. മെയ് മാസത്തെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ
എനിക്ക് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നതല്ല, വേറെ സംഭവിക്കുന്നതാണ്. മംഗോളിയയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ 3 C+ഉം 2 Dയും 3 B+ഉം 1 Aയുമായിട്ട് പിള്ളേർ വരുമ്പോൾ നിങ്ങൾ മോളെ കയറുവാ, മമ്മി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് പറയോ? തള്ളമാര് പറഞ്ഞാൽ മതി. ഇല്ല അല്ലേ? 5 A1 പ്രതീക്ഷിച്ചെടുത്ത് 3 Aയും 2 B+ഉം ഒക്കെ ആയിട്ട് വരുമ്പോൾ മോനെ തക്കടു കയറുവാ, പപ്പ കോൺ ഐസ്ക്രീം മേടിച്ചു വന്നിട്ടുണ്ട് കഴിക്ക് പറയോ? ഇല്ല. തോറ്റുപോണ ആരെയും പെറ്റതള്ള പോലും കുഞ്ഞേ എന്ന് വിളിക്കില്ല. എന്നാൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു പരൽ മീൻ പോലും കിട്ടാതെ ഫുള്ള് D+ഉമായിട്ട് വരുന്ന ഒരു 6-7 എണ്ണത്തിനെ കരക്ക് നിൽക്കുന്ന ഒരാൾ വിളിക്കുക, ഓ മൈ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ. ഈ ഒരൊറ്റ വാക്ക് മതി ഈ രാത്രി പുസ്തകം അടച്ചു വെച്ചിട്ട് നമുക്ക് പുഞ്ചിരിക്കാൻ. ഒരൊറ്റ വാക്ക് മതി അല്ലേ? അതുകൊണ്ട് ഉണ്ടെങ്കിൽ അല്ലേ, സ്പിരിച്വാലിറ്റി ഓഫ് എക്സിസ്റ്റൻസ് ആണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടിന്യൂറ്റിയാണ് അതിൻ്റെ. എന്തായാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ദൈവം അന്ധകാരമോ പ്രകാശമോ ആയാലും ഈ രാത്രി വിചാരങ്ങൾ ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഏതു നേരത്തും കൂടെ വരും എന്നൊരു ദൈവമുണ്ട്.